ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇതാ അടിപൊളി തണുപ്പാണ് കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ കോലം കണ്ട കട്ട പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാ കുറച്ച് കട്ടൻ ചായയിട്ട് കുടിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഭയങ്കര തണുപ്പായിട്ടോ, ഒന്നും പറയാനില്ല. ഇതുവരെ ഇങ്ങനത്തെ ഒരു തണുപ്പ് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ കേട്ടോ. ഭയങ്കര തണുപ്പ്, അടുക്കളയിലോട്ടൊന്നും വരാൻ വയ്യ, വെള്ളത്തിൽ തൊടാൻ വയ്യ. പക്ഷേ നമുക്ക് തൊടാതിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ എന്താ ആദ്യമേ ചോറിനുള്ള അരിയും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് തിളപ്പിച്ച് ഇനി കുക്കറി ഇറക്കി വെച്ചാൽ അതിരുന്നാവുമല്ലോ. അപ്പോൾ അതാ ഇക്ക ഇവിടെ ഇരുന്ന് കപ്പയൊക്കെ വെട്ടുവാണേ. അപ്പോൾ ഇന്ന് കപ്പ പുഴുങ്ങി ചമ്മന്തിയൊക്കെ അരച്ച് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം കപ്പ ഉള്ളപ്പോൾ വൃത്തിയാക്കുന്ന ജോലി ഇക്കാടതാണ് കേട്ടോ. അങ്ങനെയൊക്കെ അത് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഇന്നലെ രാത്രി തണുപ്പ് കാരണം പാത്രങ്ങളൊന്നും ഞാൻ കഴുകി വെച്ചിട്ടില്ലായിരുന്നേ. അപ്പോൾ രാത്രി കഴിച്ച പാത്രമെല്ലാം അതിൽ കിടക്കുമായിരുന്നു കേട്ടോ. എന്ത് ചെയ്യാനാണ്, ഭയങ്കര തണുപ്പ്. എനിക്ക് ഈ വാദത്തിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പാടാണ് കേട്ടോ. തണുപ്പടിക്കുമ്പം ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ രാവിലെയാണ് അത് ആ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതേ. അപ്പോൾ ഇതാ കപ്പയെല്ലാം വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ ഞാൻ എടുത്ത് കൈയോടെ എടുത്തങ്ങ് മാറ്റുവാണ് കേട്ടോ. ഇത് നമുക്ക് വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പം ഞാൻ അതൊരു കീസിലാക്കി അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ. പിന്നെ ദാ നമ്മുടെ അരിയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ദാ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുക്കറിലോട്ട് ഇറക്കി വെക്കാൻ പോവുകയാണ് കേട്ടോ. ഇപ്പം ഇതിപ്പോൾ ഒരു ശീലമായേക്കാണ് കേട്ടോ. വിറകടുപ്പ് കത്തിച്ചിട്ട് ഇപ്പോൾ കുറേ ദിവസമായി. ഇത് നല്ല വാക്കുണ്ട് കേട്ടോ. ഒന്ന് തിളപ്പിച്ച് ഇറക്കി വെച്ചാൽ പിന്നെ ഒരു 12 മണിയൊക്കെ കഴിയുമ്പം എടുത്തിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചാൽ ചോറ് റെഡിയാവേ. പിന്നെ അതാ കപ്പയ്ക്കുള്ള സവാള ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉണക്കമീനും കൂടെ പൊരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. മീൻകറി ഇരിപ്പുണ്ട്, പക്ഷേ കപ്പയും ഉണക്കമീനും അല്ലേ കുറച്ചുകൂടെ നല്ല കോമ്പിനേഷൻ. അപ്പം ഞാൻ അതാ കുറച്ച് ഉണക്കമീനൂടെ പൊരിക്കാൻ വേണ്ടി എടുക്കുവാണേ. ഒരു 5 എടുക്കുന്നുണ്ട്. അനിയത്തിയുടെ മക്കളും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ കഴിക്കുമ്പം അവർക്കൊക്കെ ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണേ. അപ്പം ഞാൻ ഉണക്കമീൻ 5 എടുത്തിട്ടുണ്ട്. ഉണക്കമീൻ സാധാരണ ഫ്രീസറിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഉണക്കമീൻ ഇച്ചിരി കോരാൻ വേണ്ടി വെള്ളത്തിടണേ. കാരണം ഫ്രീസറിലായതുകൊണ്ട് കുറച്ച് കട്ടിക്ക് ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ ആ സമയത്ത് ഇതാ ചമ്മന്തിയൊക്കെ റെഡിയാക്കി എടുക്കുവാണ്. പുളിയും ഉപ്പും ഒക്കെ ഇട്ട് ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഉണക്കമീനും വൃത്തിയാക്കി ഉണക്കമീനിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. എൻ്റെ അമ്മച്ചിയൊക്കെ ആണെങ്കിൽ മുളക് പൊടി ഇടും, കുരുമുളകിന് പകരം മുളക് പൊടി ഇടും. എനിക്ക് പക്ഷേ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയത്. അപ്പോൾ നമ്മുടെ കപ്പ ദാ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഊറ്റി എടുത്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കുവാണെങ്കിൽ തണുക്കാനൊന്നും ഒരു പാടുമില്ല, പെട്ടെന്ന് തണുക്കും. നിങ്ങളവിടെയൊക്കെ തണുപ്പ് എങ്ങനെ ഉണ്ട്? എൻ്റെ പൊന്നെ, ഇവിടെ ഭയങ്കര തണുപ്പ് കേട്ടോ. എൻ്റെ അമ്മച്ചിയൊക്കെ ആണെങ്കിൽ തലയിൽ തോർത്തും മൂടി കെട്ടിക്കൊണ്ട് നടക്കുവാണ് കേട്ടോ. ഭയങ്കര തണുപ്പ് കേട്ടോ. വെയിലെന്ന് പറയുന്ന സാധനം ഇത്ര നേരമായിട്ടും വന്നിട്ടില്ല. ഇച്ചിരി ചൂടടിച്ചെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കപ്പയും ചമ്മന്തിയും ഉണക്കമീനൊക്കെ കഴിക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചുറ്റും ഇന്ന് 4 മക്കളുണ്ട് കേട്ടോ. നിറച്ച ആളല്ലേ അടുക്കളയിൽ. അപ്പോൾ അതാ ഇവിടെ എല്ലാവരും കൂടെ കപ്പ അഴിച്ചിട്ട് വന്നിരുന്ന് എല്ലാവരും കൂടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അതാ ഒരാളും കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്, ഇവൻ്റെ അനിയത്തി. അപ്പോൾ എല്ലാവരും കൂടെ സിറ്റൗട്ടിൽ ഇരുന്ന് ഊഞ്ഞാലാടുകയും കാര്യം പറയുകയും കളിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. ഭയങ്കര തണുപ്പുണ്ട്. എങ്കിലും എല്ലാവരും കൂടി ഇരിക്കുമ്പം അത് വേറൊരു വൈബല്ലേ. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.